നൗഷോ എന്തൊക്കെയാ ഇജൊന്ന് പറഞ്ഞ എന്തൊക്കെയാ ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തൊക്കെ പറയുന്നുണ്ട് ഇജൊന്ന് പറയാ. ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഞങ്ങളെ കയ്യിൽ ഒരമലുമില്ല. ഉറപ്പല്ല, യാതൊരു സംശയമല്ല നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പൂർണ്ണ ബോധ്യമുണ്ട് എന്നാ അതന്നെ വെച്ച് പറഞ്ഞല്ലോ. പൂർണ്ണ ബോധ്യത്തോടു കൂടെ വെച്ച് പറയണ ഒന്നുമില്ല എന്നുള്ളത് ശരി, സത്യമാണ്. ഒരമലുമില്ല. കാരണം AP ഉസ്താദിനെയും അനുയായികളെയും കുറ്റം പറഞ്ഞതല്ലാതെ ഒന്നുമില്ല. ഇഖ്ലാസിൽ നിസ്കരിച്ചതായി ഒന്നും ഞങ്ങൾക്ക് അവകാശപ്പെടാനില്ല. ഇഖ്ലാസിൽ നിസ്കരിച്ചതായിട്ട് എങ്ങനെ അവകാശപ്പെടുകയെന്ന്? ഇജ് നിസ്കരിക്കണ സമയത്തും AP ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും പൊന്മൾ ഉസ്താദിനെയും പറയാൻ വേണ്ടി അപ്പോഴും ഉണ്ടാക്കുകയല്ലേ. ആ നിസ്കാരത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഇവരിലേക്ക് ഇങ്ങനെ ചിന്ത പോകുമ്പോൾ എനിക്ക് ഓരോ എങ്ങനെ പറയേണ്ടത് കുറ്റം പറയേണ്ടത് എന്നുള്ളത് ഇബിലീസ് ഇങ്ങനെ പറഞ്ഞു തരികയല്ലേ നിസ്കാരത്തിൽ. പിന്നെ എങ്ങനെ നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാണെന്ന്? ഞങ്ങളൊക്കെ നിസ്കരിച്ചിന മാതിരി നിസ്കരിച്ച് അപ്പം ഇഖ്ലാസ് ഉണ്ടാവുമോ? ഞങ്ങൾ അവരുടെ തൃപ്തിയിൽ മാത്രം ജീവിക്കുന്നവരാണ്. ആരെ തൃപ്തിയിൽ? കോമാണ്ടൻ്റെ തൃപ്തിയിലും അതുപോലെ തന്നെ സുലൈമാൻ ബാബാൻ്റെ തൃപ്തിയിലോ? സുലൈമാൻ ബാബാനെ ശംസുലുലമ ആട്ടി അടിച്ച സുലൈമാൻ ബാബൻ്റെ തൃപ്തിയിലപ്പം എൻ്റെ ജീവിതം. ഓല തൃപ്തിയിലായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാ പറ്റി പറയണത്. വല്ലാത്തൊരു കോള്. സുലൈമാൻ ബാബനെ ശംസുലുലമ പറഞ്ഞ കോലതാ ഇയാൾ പറയണേ. കുട്ടി ഹസന്താരിമി പറയുന്നുണ്ട്, അന്ന് കേട്ടോ കാണി. ഇപ്പം പിന്നെ ഓല തൃപ്തിയിലാണ് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ അവരെ തൃപ്തിയിൽ മാത്രമാണ് എന്ന് പറഞ്ഞല്ലോ. ആരെ തൃപ്തിയാണെന്ന് കേട്ടോളി. അതോ സുലൈമാൻ ബാബൻ്റെ. ആ സുലൈമാൻ ബാബനെ പറ്റിയിട്ട് ശംസുലുലമ പറഞ്ഞു എന്ന് കേട്ടു നോക്കി. വയനാട്ടിലൊരു ഔലിയ മഹാനായ കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടില് അവിടെ പ്രോഗ്രാമിന് ശംസുലുലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജി പറഞ്ഞു, ഇവിടെ ഒരു ഔലിയ ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില്, എത്ര ദിവസമായി വന്നിട്ട്, ഒരാഴ്ചയായി, അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സൂഫിയാജി വറക്കാൻ തുടങ്ങി. ഔലിയന് അവന്ന് വിളിക്കുക. ആരെ വിളിക്കുന്നത്? ശംസുലുലമ. മോനോട് ഇവിടെ വരാൻ പറയുന്നു. അവന് ശംസുലുലമ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ ഔലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലൈമാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയയാണ്. ശൈഖുനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലൈമാൻ വന്നപ്പോൾ ശൈഖുന ശംസുലുലമ ചോദിച്ചു, എന്താണ് ചോദ്യം? എടാ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഇവരീ പറയണ ഔലിയാണ് ഇപ്പം കേട്ടോ. ഈ ഉഷാദൊക്കെ ഈ പറയണ ഔലിയ ഓനോട് ചോദിക്കുകയാണ്, അസർ നിസ്കരിച്ചിരിക്കണോന്ന് ശംസുലുലമ. ഇവനാകെ പറിച്ച ശംസുലുലമയുടെ സിംഹഗർജനമാണ്. താടി ബർപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ ഔലിയ തളർന്നുപോയി. സൂഫിയാജിയോട് ശംസുലുലമ അടിച്ചിറക്കൂ അവനെ. മറിയിൽ ആരാന്റെ കൂട്ടിലെ കോയി തിന്നാൻ നടക്കുന്ന കള്ള ഔലിയ ചമഞ്ഞവനാണ്, അടിച്ചിറക്കൂ അവനെ. അങ്ങനെ അവൻ അടി കിട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു. ഇപ്പൊ ഞങ്ങൾ കേട്ടില്ലങ്ങള്, ഇവനാണ് ഇപ്പോൾ ശംസുലുലമ അക്കാലഘട്ടത്തിൽ ആട്ടിത്തച്ച ചെങ്ങായിയാണിത്. ആട്ടി അടിച്ചാൻ പറഞ്ഞ ചെങ്ങായിയാണ് ശംസുലുലമ. അക്കാലഘട്ടത്തിൽ ആട്ടി അടിച്ചാൻ പറഞ്ഞ ചെങ്ങായിയാണിത്. ആ ചെങ്ങായിനാണ് ഇപ്പോൾ വലിയ ഔലിയാണ്, വലിയ ബഹാനാണ്. അയാളുടെ പൊരുത്തം കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് ഞങ്ങളെ നിസ്കാരത്തിൽ നിങ്ങളത് സ്വീകരിച്ചിരിക്കണമെന്ന് അയാൾ പറഞ്ഞാൽ മതി. നിങ്ങളതൊക്കെ ക്ലിയറാണ്. നിങ്ങൾ ഈ പ്രസംഗിച്ചുകൊണ്ട് നടക്കണമെന്നും കുറ്റം പറയണതും നിങ്ങൾ ഈ കാട്ടിക്കൂട്ടണതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഓല് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇതാണ് നൗഷാദിൻ്റെ വാദം. എന്നാലോ ശംസുലുലമയാണെങ്കിലോ ഏറ്റവും വലിയ മഹാനുമാണ് പറയുമ്പോൾ. എങ്ങനെയാണ് ഇത് രണ്ടും പാടെ താരതമ്യപ്പെടുത്തലെന്ന് അറിയില്ല. ശംസുലുലമ കാലഘട്ടത്തിൽ ആട്ടി അടിച്ച ആ കള്ളനെ ഔലിയായിട്ട് നടക്കുകയാണ്, ഔലിയാക്കി നടക്കുകയാണ്. എന്തൊരു കഷ്ടം. ഞങ്ങൾ ചെയ്ത അമലുകൾ കബൂലാണെന്ന് അവരൊന്ന് പറഞ്ഞാൽ അത് കബൂലാണ്. ഇവർ ചെയ്ത അമലുകൾ കബൂലാണെന്ന് ഇവർ പറഞ്ഞാൽ ആര്? ഈ സുലൈമാൻ ബാബയും കോമാടനും പറഞ്ഞു കഴിഞ്ഞാൽ അത് കബൂലാണ്. അതാണ് ഞങ്ങളെ വിശ്വാസം. അവരുടെ പൂർണ്ണമായ റിള ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നൗഷാദെ അള്ളാനെ പൊട്ടനാക്കരുത് കേട്ടോ. എൻ്റെ സംസാരത്തിൽ എന്താ പറ്റി പറയണത്? ഒന്നും നിസ്കാരമൊന്നും ഇല്ലാന്നു, അതുപോലെ നല്ല അമലൊന്നും ഇല്ലാന്നു, നിസ്കാരത്തിലൊന്നും ഇഖ്ലാസും ഇല്ലാന്നു. ഇനിയോ ഈ കോമാടനും ബീരാണ്ടിയും നിങ്ങളത് നല്ലതാണെന്ന് പറഞ്ഞാൽ പോലത്തെ നല്ലതാണ്. എന്താണ് ഇപ്പോൾ ഈ പറയുന്നത്?
ഈ ചങ്ങായി ഇങ്ങനെയൊന്നും അല്ലേനു, നല്ലൊരു പ്രഭാഷകനായിരുന്നു. ആകെ പേച്ച അങ്ങനെ തന്നെ, എന്താ ചെയ്യാം. അവരോട് സഹവസിക്കാതെ ഈ പറഞ്ഞ ഒരു ഇഖ്ലാസും കിട്ടുകയില്ല എന്ന് അഹ്മദുൽ കബീറുർ റിഫായി. അപ്പം ഇനി നിസ്കരിക്കാൻ പഠിച്ചാൽ പോരാ, നിസ്കരിച്ച് പഠിച്ചാലും പോരാ, എന്ത് ചെയ്യണം? വേറെ ഒരു സുലൂക്കും എത്തണം. എന്താലേ നിങ്ങൾ പറയുന്നു ഇത് നേരെ എതിരാ, മുസാലിമാൻ പഠിപ്പിച്ചതിനെതിരാ, അല്ലാമ ത്വയ്ബി പഠിപ്പിച്ചതിനെതിരാ. ശംസുൽ ഉലമ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലാ നജാത വലാ സലാമത ഇല്ലാ ബിമഇയ്യതിഹിം, അവരോടൊപ്പം ചേരൽ കൊണ്ടല്ലാതെ ഒരു രക്ഷയുമില്ല. ഇത് ശംസുൽ ഉലമൻ്റെത് വീട്. ശംസുൽ ഉലമ ആട്ടി അടിച്ച സുലൈമാൻ ബാവൻ്റെ ഒപ്പമല്ലേ കഴിച്ച് നടക്കുന്നത്. ശംസുൽ ഉലമ ആട്ടി അടിച്ച് നിസ്കരിച്ചിട്ടില്ലടാ അസർ, എന്നാ പോടാ അവിടുന്ന് കണ്ട് ആട്ടി അടിച്ച ആ സുലൈമാൻ ബാവല്ലേ എൻ്റെ ഷെയ്ഖ്. ഒരു സലാമത്തുല്ല കേട്ടോ. നിങ്ങൾ എങ്ങോട്ടായി സമൂഹത്തെ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിലൂടെയാണ്. അതിലൂടെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇജ അങ്ങനല്ല, ഇജ് കാട്ടുകള്ളന്മാരിലേക്ക് ക്ഷണിക്കുകയാണ്. സുലൈമാൻ ബാവ, കോമാടി, കോമാണ്ടൻ, ഇതിലേക്കൊക്കെ ഇജ് ക്ഷണിക്കുന്നത്. ഓലൊക്കെയെന്ന് പറഞ്ഞാൽ ശംസുൽ ഉലമ ആട്ടിത്തച്ച ആൾക്കാരാ. സമൂഹത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണോ? സമൂഹത്തെ നശിപ്പിക്കാൻ പിന്നെ ഇറങ്ങിയതാണോ? ഒന്നുകൂടി ഇവർ പറയട്ടെ, നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദ് തന്നെ മതി, നമ്മൾ മുകാശഫത്തിന്റെ ഇൽമിലേക്ക് ചെന്നെത്തും. നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരെ ത്വരീക്കിലൂടെ പോവുകയാണെങ്കിൽ തന്നെ മുകാശഫത്തിൻ്റെ ഇൽമിലേക്ക് ചെന്നെത്തും. അതിൽ യാതൊരു സംശയമല്ല ഞങ്ങൾക്ക്. ഞങ്ങളെ ഉസ്താദുമാരുടെ ത്വരീക്കിലൂടെ അവരെ പൊരുത്തം വാങ്ങിക്കൊണ്ട് പോയാൽ തന്നെ മുകാശഫത്തിൻ്റെ ഇൽമിലേക്ക് ഞങ്ങൾ എത്തിടോ. സുബ്ഹാന ജല്ല വൽ ജുനൂനു ഫുനൂനു. കേട്ടോ, വൽ ജുനൂനു ഫുനൂനൂൻ. അലിബാക്കബി ഉസ്താദ് ആറ്റുപുറത്തിന് പറഞ്ഞപ്പോൾ അതിനാണോ പറയണത്? വൽ ജുനൂനു ഫുനൂനൂൻ. പിരാന്ത് പല ഐറ്റാണ്. അതിൽപ്പെട്ട ഒരു പിരാന്താണ് എൻ്റെ പിരാന്ത്. ചങ്ങായി, പിരാന്ത് പല ഐറ്റാണ്, അതിൽപ്പെട്ട ഏറ്റവും വലിയ പിരാന്തനാണ് ഇജ്ജ്. അതിൽ യാതൊരു സംശയവുമല്ല. ഇജ്ജ് ഞങ്ങൾ അലിബാക്കബി ഉസ്താദ് ആറ്റുപുറത്തിൻ്റെ ഒന്ന് മൂത്രം ചാടിക്കിടക്കാൻ മാത്രം ഇജ്ജ് ഇല്ലെങ്ങായി. അതൊക്കെ ഏതാ മുതൽ അറിയിച്ച്? അത് വലിയ വലിയ ഔലിയാക്കന്മാരിൽ തോതി പഠിച്ച പണ്ഡിതനാണ്. അത് അതേമാതിരി നടക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. അറിയാം എനിക്ക് വർത്താനം. റൂട്ടിലൂടെ ആദ്യം പഠിക്കേണ്ട ഉലൂമുകൾ പഠിക്കുക, നല്ല നിയ്യത്ത് ചെയ്യുക, അമൽ നല്ലോണം ചെയ്യുക, സഅയും ചെയ്യുക. ഇതിലൊക്കെ നമ്മൾ ആദ്യമായി നമ്മളെ ഷെയ്ഖന്മാരാരെ തന്നെ മുർഷിദുമാരായ ഉസ്താദുമാർ തന്നെയാണ്. അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക. എന്നാൽ കൽബിൽ എന്ത് വരും? മുശാഹദ വരും. എന്ത് വരും? മുക്കാശഫ വരും. എന്ത് വരും? ഇൽമുൽ മുക്കാശഫിന് ഞാൻ ഒരു അടിമയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരവസ്ഥ തന്നെ നല്ല മുക്കാശഫ കിട്ടും. ഇവൻ്റെ ഇളിമ്പിയ ചിരി കണ്ടില്ല നിങ്ങൾ? ഇളിമ്പിയ ചിരി കണ്ടില്ലേ? ആട് മൂത്രം കുടിച്ച മാതിരിക്കത്തെ ചിരി കാട്ടുന്നുണ്ടല്ലോ നിങ്ങൾ. അഥവാ അലിബാക്കവി ഉസ്താദ് ആറ്റുപുറം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ശരിക്കും ഉസ്താദുമാരുടെ അടുത്തൊന്ന് ഓതി പഠിച്ച് ആ ഉസ്താദുമാരെ അംഗീകരിക്കുക. ആ ഉസ്താദുമാരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ തെർബിയത്തിലായിട്ട് പോരുക. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഏതൊരു ശിഷ്യനും ആ ഉസ്താദുമാരുടെ തെർബിയത്തിലൂടെ പോരണം. ആ ഉസ്താദുമാരുടെ നിലവാരത്തിലൂടെ പോരണം ഒരു ഉസ്താദ്. ഇപ്പോൾ ഉസ്താദ്, എൻ്റെ ഉസ്താദ് അത്തിപ്പറ്റ കുഞ്ഞാലിബാക്കവി ഉസ്താദ് അവറുകളാണ്. ആ ഉസ്താദിൻ്റെ ഉസ്താദ് CK അബ്ദു മുസ്ലിയാരാണ്. CK അബ്ദു മുസ്ലിയാരുടെ ഉസ്താദ് ചെറുസോല ഉസ്താദിൻ്റെ ഉസ്താദ് OK ഉസ്താദിലൂടെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെയാണ് പോയിട്ട് അവസാനത്തിലേക്ക് എത്തിച്ചെല്ലുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക്, പിന്നെ ജിബ്രീലിലേക്ക്, പിന്നെ അല്ലാഹ്. അവസാനം അങ്ങനെ ഉസ്താദുമാരുടെ കണ്ണി അങ്ങനെയാണ് വിജയം. അതാണ് വിജയം. അതാണ് ആറ്റുപുറ ഉസ്താദ് പറഞ്ഞതിൻ്റെ തെളിവ്. എന്നിട്ടോ ആളെ കളിയാക്കി ചിരിച്ചതിൽ ഈ മൊയന്തുകൾ അതിൻ്റെ ഒപ്പം കൂടുക. കുരുവട്ടൂരികൾ തീരെ എന്തല്ലേ കൈമാരെ നിങ്ങൾക്ക്? ആറ്റുപുറ ഉസ്താദൊക്കെ ആ വിഷയം പറയുന്നത് OK ഉസ്താദിൻ്റെ അടുത്ത് ഓതി പഠിച്ച മഹാനാണ്. പഠിപ്പിക്കണ ഉസ്താദുമാരെന്നെ മതി. അവരിങ്ങനെ പറഞ്ഞനുസരിച്ച് തഅല്ലുമ് തഅലീമ് സഅയ്
ഇതിലൂടെ ഇങ്ങനെ പോയാൽ ഇൽമുൽ മുകാശഫ് ഉണ്ടല്ലോ. അല്ലാഹ് പറഞ്ഞില്ലേ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. ഹൃദയം തുറന്നെടുക്കുക മശായിഖ്. അപ്പൊ അല്ലാഹ് എല്ലാം അതിലേക്ക് തുറന്നു കൊടുക്കും. അതാ മുകാശഫ, ഇൽമുൽ മുകാശഫ. അതിലേക്ക് എത്തണമെങ്കിൽ ശൈഖ് വേണം. ആ ഇൽമുൽ മുകാശഫയിലേക്ക് എത്താനുള്ള ഷെയ്ഖന്നെ മൊയന്തേ അവനവന്റെ ഉസ്താദുമാര്. അതന്നെ ഷെയ്ഖ്. അതല്ലാതെ ഒരുപാട് കാലം ഒരുപാട് ഉസ്താദുമാർ ഒരു ഉസ്താദിൻ്റെ അടുത്ത് ഓതി പഠിച്ചിട്ട് പിന്നെ നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല, തുണിയില്ല, കുപ്പായമില്ല, താടിയും പഠിച്ച് ഇങ്ങനെ നടക്കുന്ന ഏതോ ഒരാള് അവരൊപ്പം കൂടി കൊണ്ട് നടക്കലല്ല ചങ്ങായിയെ വേണ്ടത്. അവൻ്റെ ഇൽമുൽ മുകാശഫൻ്റെ ഏറ്റവും വലിയ ഷെയ്ഖ് അവനവൻ്റെ ഉസ്താദുമാർ തന്നെയാണ്. 8ഉം 10ഉം 12ഉം കൊല്ലം ഓതി പഠിച്ച ആ ഉസ്താദിനെ പിന്നെ തള്ളിപ്പറഞ്ഞ് ഏതോ കാട്ടിലൊരാളുണ്ട്, ഏതോ ഏതോ ഒരു ചങ്ങായി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഓൻ്റെ ഒപ്പം പോകുമ്പോൾ നിസ്കരിച്ചാത്ത എന്താണെങ്കിൽ ഓൻ്റെ ഒപ്പം കൂടുതലല്ല വേണ്ടത്. അങ്ങനല്ല വേണ്ടത്. അവനവൻ്റെ ഉസ്താദുമാരെ ഷെയ്ഖായിട്ട് അപ്പം മുകാശഫത്തിൻ്റെ ഇൽമ അവനിക്ക് അല്ലാഹു നൽകും, ഉറപ്പ യാതൊരു സംശയവുമില്ല.